ഹായ് നമസ്കാരം. സബലമി യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഖത്തറിലെ സിഡ്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത നമുക്കത് കൂടുതൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, അതായിരിക്കും ബെറ്റർ. കാരണം ഏകദേശം ഒരു 25 വർഷത്തിലധികമായി ഖത്തറിൽ തൻ്റെ ബിസിനസ് വളരെ ഗംഭീരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹരികുമാർ ഫ്രം കാസർഗോഡ്. നമുക്ക് അദ്ദേഹത്തെ സബലം. താങ്ക് യു. എവിടെയാണ് കാസർഗോഡ്? ഞാൻ കാസർഗോഡ് ബോയ്ക്കാനത്തിനടുത്ത് കാനത്തൂർ എന്ന് പറയുന്ന സ്ഥലം. നിങ്ങളുടെ ഭാഷ കേൾക്കാൻ നല്ല രസമാണ്. കാരണം കാസർഗോഡ് ഭാഷ പൊതുവെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഭയങ്കര ഫേമസ് കൂടിയാണ്. എവിടെ പോലും ഞങ്ങള് കാസർഗോഡുകാരുടെ ഭാഷ ഒന്നുകൂടി നല്ല രീതിയിൽ. എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഒരു പടമാണെന്ന് തോന്നുന്നു അല്ലേ? മമ്മൂട്ടിയുടെ പടം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഭാഷക്ക് ഭയങ്കര സൗന്ദര്യമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ കാസർഗോഡ് എപ്പോഴും ഭാഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. നല്ല സ്നേഹമുള്ള ആൾക്കാരുമാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പൊ എവിടെയാണ് കാസർഗോഡ്? എവിടെയാണ്? കാസർഗോഡ് ബോയ്ക്കാനത്തിനടുത്ത് കാനത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രോപ്പർ കാനത്തൂർ എന്ന് പറയുന്ന സ്ഥലം. അതെ. അവിടെ വീട്ടില് അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് കൃഷ്ണൻ നായർ. അമ്മയുടെ പേര് ജാനകി അമ്മ. രണ്ടുപേരും എങ്ങനെയാണ് ജീവിച്ചിരിപ്പുണ്ട്? അച്ഛൻ മരിച്ചുപോയി. അമ്മയുണ്ട്. എത്ര മക്കളാണ് നിങ്ങൾ? ഞങ്ങൾ എനിക്ക് 3 ചേച്ചിമാരാണ്. 3 ചേച്ചിമാർ. അപ്പൊ മൊത്തം 4 മക്കൾ. 4 മക്കൾ. 3 ചേച്ചിമാര്. അവര് എന്ത് ചെയ്യുന്നു? എല്ലാവരും കുടുംബത്താണ്. മൂത്താളുടെ പേര് പറഞ്ഞു. മൂത്താളുടെ പേര് ബേബി. രണ്ടാമത്തെ ആള് ഭാർഗവി. മൂന്നാമത്തെ ആള് കുമാരി. അപ്പൊ 4ാമത്തെ ആളാണ് ഞാൻ. ഹരികുമാർ. പഠനമൊക്കെ എവിടെയായിരുന്നു? അവിടെ ഇരിയനി തന്നെ. ഇരിയനി സ്കൂൾ ഫസ്റ്റ്. ഇരിയനി എന്ന് പറയുന്ന സ്ഥലം. അതെ. പിന്നെ അവിടെ നിന്ന് തുടർ പഠനം കാസർഗോഡ് തന്നെ. അതേത് കോളേജ്? ഏത് കോളേജ്? വിവേകാനന്ദ കോളേജ്. എങ്ങനെയൊക്കെ ഉണ്ട് കുട്ടിക്കാലമൊക്കെ? രസമായിരുന്നോ? വളരെ രസമായിരുന്നല്ലോ. നല്ല സ്ഥലമാണ് നിങ്ങളുടെ. നല്ല സ്ഥലമാണ്. കൂട്ടുകാരൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നാട്ടിലുണ്ടാകുമ്പോഴുള്ള സുഹൃത്തുക്കളും അതിനുശേഷം ഖത്തറിൽ ഇപ്പൊ 20-23 വർഷത്തിനടുത്തായി. അപ്പം മുതൽ വന്നിട്ടുള്ള ആൾക്കാർ എല്ലാവരുമായിട്ടും ഒരു സ്ഥിരമായിട്ടൊരു ബന്ധം ശ്രമിക്കാറുണ്ട്. വാട്സപ്പും ഇതൊക്കെ ഉള്ളതിന്റെ പേരിൽ കൂടുതൽ. തീർച്ചയായിട്ടും. കൂട്ടുകാരൊക്കെ ആരൊക്കെയാണ്? ഏറ്റവും അടുത്ത കൂട്ടുകാരെ നാട്ടിലുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും. ഇവിടത്തെ അല്ല, നാട്ടില്. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ സുഹൃത്തുക്കളുണ്ട്. സുരേഷ് എന്ന് പറഞ്ഞിട്ട്, കൂടാതെ രാധാകൃഷ്ണൻ, തിലകൻ, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. വേണു. ഇപ്പൊ നാട്ടിൽ ഇത്തിരി കൂടി ഹിറ്റാണ്. കാരണം നിങ്ങൾ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. വേൾഡ് കപ്പിന്റെ ഇപ്പൊ എല്ലാവർക്കും വേൾഡ് കപ്പ് വന്നുകൊണ്ട് വളരെ സൗകര്യമുണ്ട്. കാരണം മുമ്പ് എനിക്കൊന്നൊരു 10 വർഷം മുമ്പ് വരെ നമ്മൾ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി ശ്രമിക്കില്ല. ദുബൈയാന്ന് പറയും. ഇപ്പോഴാണ് കുറച്ച് വളരെ വേൾഡ് കപ്പ് കൂടി വന്നതിന് ശേഷം വളരെ എളുപ്പമായി. ഖത്തറിലല്ലേ? ആരെങ്കിലും കൂട്ടുകാരും വരാൻ ശ്രമിച്ചോ കളി കാണാൻ വേണ്ടി? കൂട്ടുകാർ 1-2 കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് പ്രവാസ ജീവിതം? പ്രവാസ ജീവിതം വളരെ നല്ല അങ്ങനെ എനിക്ക് ഇങ്ങനെ വിദേശത്ത് പോകണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? വിദേശത്ത് പോകുന്ന പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോഴൊക്കെ നാട്ടില് നമ്മൾക്ക് അറിയാലോ നാട്ടിലെ സാഹചര്യം. ഇല്ലില്ല, ഒന്നും ശ്രമിച്ചിരുന്നില്ല. പഠനം കഴിഞ്ഞ ഉടനെ നേരെ ഖത്തറിലേക്ക് വരികയായിരുന്നു. അവിടെ നേരെ എങ്ങനെയാണ് ഖത്തറിലേക്ക് വരാനുള്ള പ്രചോദനം? സാധാരണ എങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഇന്ന ആള് വഴി, ഇന്നൊരു കാരണം. ഇല്ലില്ല, അങ്ങനെ ആക്ച്വലി ഒരു ഇന്നാള് വഴിയെന്നൊന്നും പറയാനില്ല. കാരണം ഒരു ഏജൻസിയുടെ അടുത്ത് പോയിട്ട് ഖത്തറിലേക്ക് 2 വിസ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു ഫ്രണ്ടും കൂടി വന്നു. ആ ഫ്രണ്ടിന് ഖത്തറിലേക്ക് വരാൻ പറ്റിയില്ല. എന്തോ മെഡിക്കൽ ഇഷ്യൂസ് കാരണം ബോംബെയിൽ നിന്ന് അദ്ദേഹം തിരിച്ചുപോയി. അന്ന് ബോംബെയാണ്. 2-3 മാസം എനിക്ക് തോന്നുന്നു, ഒരു 4 മാസമായിട്ട് ബോംബെയിൽ സ്റ്റക്കായി പോയി. ഏജൻസിയൊക്കെ നേരെ ശരിക്ക് പ്രോപ്പർ ആയിട്ടുള്ള വിസയൊന്നും അല്ല. ഇവര് പറയണു റെഡിയാന്ന് പറയും, പക്ഷെ അറിയാലോ പണ്ടത്തെ കാലത്തുള്ള വിസയുടെ കച്ചവടമൊക്കെ. അതുപോലെ പിന്നെ ലാസ്റ്റ് എത്തി ഖത്തറിൽ. എത്തിപ്പെട്ടു. അത് ഏത് വർഷമാണ്? അത് 98-99. അങ്ങനെയാണ് 23 വർഷം. 22-23 വർഷമായി. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ സിവിൽ കോൺട്രാക്ടിംഗ് ആണ്. മെയിൻ ആയിട്ട് വാട്ടർ പ്രൂഫിങ്. നമുക്ക് കൂടാതെ 2-3 ഡിവിഷൻസ് ആയിട്ട് ചെയ്യുന്നത്. ഒന്ന് AC-യുടെ ഡക്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. പിന്നെ കൂടാതെ ഫ്ലോറിംഗിന്റെ ഒരു ഡിവിഷൻ, അതുകൂടാതെ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവിഷൻ. അങ്ങനെ 2-3 ഡിവിഷൻസ് ആയിട്ട് ചെയ്യുന്നുള്ളത്. എത്ര സ്റ്റാഫ് ഉണ്ട്? സ്റ്റാഫ് ഒരു 150-200 പേരിന്റെ അടുത്തുണ്ട്. സ്റ്റാഫ് അല്ലേ? അപ്പൊ സിഡ്കോ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ദൈവാദിനം കൊണ്ട് അങ്ങനെ തന്നെ പറയണം. ഈ കസ്റ്റമേഴ്സ് ഒക്കെ ആയിട്ട് എങ്ങനെയാണ്? നല്ല റിലേഷനാണ്. കാരണം നമ്മള് എല്ലാ വീക്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ മാർക്കറ്റിംഗിന്റെ ആൾക്കാരോടായാലും മറ്റുള്ള സ്റ്റാഫുകളോടായാലും പറയണത് എന്താ പറഞ്ഞാല്, ഫോൺ പ്രോപ്പറായിട്ട് ടെലിഫോൺ ആൻസർ ചെയ്യുക, പറഞ്ഞ സമയത്ത്
കറക്റ്റായിട്ട് അവിടെ എത്തിച്ചേരുക. അത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ലെങ്കിൽ ആരും ഒരാൾ അറ്റൻഡ് ചെയ്യുക ആ കേസ്. ഈവൻ വർക്ക് പരമായിട്ട് അറിയാത്ത ആളാണെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രസൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ ശ്രമിക്കും. ആ പറഞ്ഞ ടൈമിനും പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഒരു പ്രിയോറിറ്റി നമ്മൾ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ കസ്റ്റമേഴ്സ് നമ്മുടെ വീട്ടിലെ തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ചെയ്തിട്ട് വീണ്ടും നമ്മൾ വിളിക്കാത്ത എക്സ്പീരിയൻസ് ഇല്ലാന്ന് പറയണം. കാരണം ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ വില്ലകളാണെങ്കിലും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലും അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് കഴിഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ടൈം അവർ ഡയറക്റ്റ്ലി വിളിച്ചു പറയും ഇന്ന സ്ഥലത്ത് സൈറ്റ് റെഡിയാണ്, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ റിലേഷൻ എപ്പോഴും. അതെ അതെ അതെ. ചെയ്തതിൽ നല്ല വർക്ക് ഓർമ്മയുണ്ടോ? പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണാധികാരി ആരെങ്കിലും വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഒരുപാട് ഇപ്പൊ ഫിഫയോടനുബന്ധിച്ചിട്ട് ഏകദേശം ഒരു 5 മില്യന്റെ വർക്ക് ചെയ്തായിരുന്നു. ഫുവറേത്ത് കഴിഞ്ഞ് ചെറിയ ചെറിയ വില്ല മാതിരിയുള്ള പ്രൊജക്ട്സാ. ഫുവറേത്ത് ബീച്ചിലാണ്, ഫുവറേത്ത് രാസബ്രൂക്ക് എന്നുള്ള 2 ബീച്ചിലാണ് ചെയ്തത്. പിന്നെ ഈവൻ ഷൂറ കൗൺസിൽ അടക്കം നമ്മൾ വാട്ടർപ്രൂഫ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വക്കൂദിന്റെ പെട്രോൾ സ്റ്റേഷൻസ് ഒരുപാട് ഗവൺമെന്റ് സെക്ടറിലും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഔക്കാഫിന്റെ പള്ളികള് ചെയ്യുന്നുണ്ട്. അപ്പൊ സിറ്റ്കോ ഏതാണ് ഈ റോഡ്? സീറിംഗ് റോഡാണ്. സീറിംഗ് റോഡ്. അപ്പൊ ദോഹയിലുള്ള സീറിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ ഈ സീറിംഗ് റോഡിലെ സിറ്റ്കോ കമ്പനി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പോ തീർച്ചയായിട്ടും നമ്മള് കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഒരുപാട് 10-25 വർഷമായിട്ടുള്ള തഡ്മൂർ അതുമാതിരിയുള്ള വലിയ വലിയ കമ്പനികളായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആരൊക്കെ വന്നാലും നിങ്ങളിങ്ങനെ സ്നേഹത്തോട് പെരുമാറാൻ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ? തീർച്ചയായിട്ടും നമ്മള് അതിനാണ് നമ്മളെ ശ്രമവും. അതാണ് ആ സ്റ്റാഫുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി അവർക്ക് വേണ്ടതായിട്ട്. തീർച്ചയായിട്ടും ഞാൻ അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഓർമ്മിക്കുകയാണ്. കാരണം നമ്മൾ 2 രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. നമ്മൾ വളരെ ഷൗട്ട് ചെയ്ത് പറഞ്ഞാലും അവർ ചെയ്യുന്നത് നമ്മൾക്ക് കാണുമ്പോൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുമെങ്കിലും അതിന്റെ റിസൾട്ട് വളരെ ചിലപ്പോൾ കുറവായിരിക്കും സാധ്യതയുണ്ട്. നമ്മൾ അതേ കാര്യം നമ്മൾ സ്നേഹത്തോടെ വളരെ നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയി പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ റിസൾട്ട് ഉണ്ടാവും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, നല്ലതുണ്ടാവും. തീർച്ചയായിട്ടും. അതാണ് ഇപ്പൊ ചെയ്തതിൽ ഇപ്പൊ ഇത്രയും നാള് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്തതിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമൊക്കെ ഓർമ്മയിലുണ്ടാവുമല്ലോ, പറയാനായിട്ടുണ്ടാവും. ആക്ച്വലി അങ്ങനെ വർക്കിന് ഒരു മറക്കാനാവാത്ത സംഭവം എന്ന് പറയാനില്ല. അല്ല, ചെയ്തിട്ട് സാറ്റിസ്ഫാക്ഷൻ അവരിപ്പോഴും ഫോളോ ചെയ്തിട്ടിരിക്കുന്ന വർക്കുകൾ. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം, ഈ വർക്കിന് നമ്മൾ 10 വർഷത്തെ വാറന്റിയാണ് കൊടുക്കുന്നത്. അപ്പൊ ആ 10 വർഷത്തിൽ വളരെ നല്ല റിലേഷൻ തന്നെയാണ്. ഇല്ലെങ്കിൽ ബന്ധേ സ്പോയിലായി പോയി. നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുക്കും. ഇതുവരെ ഒരു സ്പോയിലായിട്ടോ ഒരു ബുദ്ധിമുട്ടോ നമുക്ക് വന്നിട്ടില്ല. എല്ലാവരുടെ നല്ല റിലേഷൻ തന്നെയാണ്. ഒരുപാട് ഇപ്പൊ ഖത്തറികളും പിന്നെ ഇവരൊക്കെ ആയിട്ട് വളരെ നല്ല ബന്ധങ്ങളുള്ള ആൾക്കാരുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയൊരു വർക്കിന് ചിലപ്പോൾ കൊട്ടേഷൻ കൊടുത്തിട്ട് ഒരു ഫൈനൽ ഒരു നെഗോഷിയേഷൻ മീറ്റിങ്ങിനൊക്കെ ആയിരിക്കും നമ്മൾ പോവാ. അതിനുശേഷം ഫ്രീ ഉള്ള സമയങ്ങളൊക്കെ പോയിട്ട് ഒരു ചായ കുടിക്കാൻ അങ്ങനെയുള്ള ഒരു പല സൗഹൃദങ്ങളുണ്ട്. അത് മാത്രമാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുന്നുള്ളത്. കാരണം ഇവിടുത്തെ നാട്ടുകാർ നമ്മളൊക്കെ എന്താ പറയുക ഒരു ജോലിക്കായിട്ട് വന്നതല്ലേ, ആ രീതിയിലല്ല. ഇവരൊക്കെ വളരെ നല്ല സ്നേഹത്തോടെ ഈവൻ നമ്മുടെ സ്പോൺസറൊക്കെ ആണെങ്കിലും ശരിക്കും ബ്രദർ മാതിരിയുള്ള ഒരു ട്രീറ്റാണ് അവർ ഇങ്ങോട്ട് തരുന്നത്. അതിൽ ഒത്തിരി സന്തോഷം. നമ്മൾ കൊടുക്കുന്നോണ്ടാണ് തിരിച്ചു തരുന്നത്. തീർച്ചയായിട്ടും. ശരിയല്ലേ? അതെ അതെ. സ്പോൺസറുടെ പേര് പറയാൻ പറ്റുമോ? സ്പോൺസറുടെ പേര് ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം. അദ്ദേഹമായിട്ട് നല്ല വളരെ നല്ല ബന്ധം. ഏതൊരു സപ്പോർട്ടിനും എന്തൊരു കാര്യത്തിനും വളരെ നല്ല ആളാണ് അദ്ദേഹം. കുടുംബം എല്ലാവരും ഉണ്ട് ഇവിടെ. ഭാര്യയൊക്കെ മക്കളൊക്കെ ഉണ്ട് ഇവിടെ. ഭാര്യയുടെ പേര് പ്രിയ ഹരികുമാർ. പ്രിയയുടെ വീട് എവിടെയാണ്? പ്രിയയുടെ വീട് കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥലം. എന്തെങ്കിലും ജോലി കാര്യങ്ങൾ ഇവിടെ ഇല്ലില്ല. ജസ്റ്റ് നാട്ടില് സാധാരണ ബാങ്കിൽ ഉണ്ടായിരുന്നു ജോലി. പിന്നെ കല്യാണത്തിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്തില്ല. നേരെ ആളെ ഇങ്ങോട്ട് വന്നു. കുട്ടികൾ മൂത്ത ആള് മോളാണ്, 9th പഠിക്കണം, MES IS. ചെറിയ ആള് മോൻ 6th, ആള് MES തന്നെയാണ്. എങ്ങനെയുണ്ട് സർക്കാരിന്റെ സഹകരണമൊക്കെ നമ്മുടെ ബിസിനസ് പരമായിട്ട് കാര്യങ്ങൾക്കൊക്കെ? വളരെ സപ്പോർട്ടീവാണ്. കാരണം ഇപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് എമിഗ്രേഷനിലെല്ലാം പോയി നിൽക്കണം. ഇപ്പൊ എല്ലാം ഒക്കെ ചെറിയ മൊബൈലിനകത്ത് എല്ലാ കാര്യങ്ങളും, ഈവൻ വിസ സബ്മിഷനും എല്ലാ കാര്യങ്ങളും, വിസ റിന്യൂ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾക്ക് മൊബൈലിനകത്ത് തന്നെ ചെയ്യാം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു PRO സർവീസ് എന്നുള്ള ഒരു സപ്പോർട്ടേ വേണ്ട, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അത് മാത്രമല്ല ഇവിടെ നിന്നാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് വളരെ വലിയൊരു സപ്പോർട്ടാണ്. കാരണം നമുക്ക് നാട്ടിലൊക്കെ സുഖമായിട്ട് പോകുന്നതൊന്നും ഒരു പ്രയാസമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും മൊബൈലിൽ നിന്ന്.
ഡിജിറ്റൽ യുഗമാണ്. അതെ, ശരിക്കും വാട്സപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കണമല്ലോ. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ തത്വത്തിൽ സമയമാണ്. വെറും വാക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല എവിടെയാണെങ്കിലും. പണ്ട് കാലത്തൊക്കെ നുണയൊക്കെ പറയാം, മാർക്കറ്റിന് പോയവര് എവിടെയാണ് ഞാൻ ഇന്നടത്താണെന്നൊക്കെ പറയും. ഇപ്പൊ അതല്ല, ഇപ്പൊ അത് എല്ലാം പൊളിഞ്ഞില്ലേ. ഇപ്പൊ ഒന്നും നടക്കില്ല. കൃത്യമായ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ. മാർക്കറ്റിംഗ് എത്ര പേരുണ്ട്? മാർക്കറ്റിങ്ങിന് 3 പേര്. 3 പേര്. സ്മാർട്ട് പിള്ളേരാണോ? അവരുടെ പേരൊക്കെ ഒന്ന് പറയും. ജംഷാദ്. ജംഷാദ് എവിടെ ആളാ? ജംഷാദ് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലുള്ള. പിന്നെ രാഹിൽ, മുഹമ്മദ് രാഹിൽ. മുഹമ്മദ് രാഹിൽ. പിന്നെ സാലി. സാലി. ഒരു 3. ഇവർ ഈ മാർക്കറ്റിംഗ് എപ്പോഴും ശക്തമായിരിക്കണം. തീർച്ചയായിട്ടും. ഈ മാർക്കറ്റ് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഒരു വലം കൈ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഈ മാർക്കറ്റിംഗ് ആൾക്കാര്. അതെ. അപ്പൊ പിന്നെ ഈ 180 പേര് ഏകദേശം എല്ലാം കൂടി വരും. ഈ കൊറോണ സമയത്തൊക്കെ ഇത്തിരി വിഷമിച്ചോ? കൊറോണ സമയത്തൊക്കെ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ലേബേഴ്സിക്കുള്ള താമസിക്കുന്ന സ്ഥലത്ത് ഒരു 3 മാസം ലോക്ക്ഡൌൺ ആയിട്ട് ബന്ധപ്പെട്ട് പൂട്ടിയിട്ടായിരുന്നു. അന്നേരമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓക്കെ, അതൊരു ബിസിനസിന്റെ ഭാഗം തന്നെയാണ്. എല്ലാം അല്ല, ആ സമയത്തൊക്കെ സർക്കാരിന്റെ കുറച്ച് ഹെൽപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ ഹെൽപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവർക്കും എത്തിയോന്നുള്ളൊരു സംശയമുണ്ട്. അത് ഇന്നാളെ ഞാൻ ആരോടും സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അത് വൻകിടക്കാർക്കാണ് കൂടുതൽ സഹായം കിട്ടിയത്. ഞങ്ങളെ പോലുള്ള താഴെയുള്ളവർക്കൊന്നും സഹായം വലിയ സഹായം എത്തിയില്ല. പിന്നെ ഒക്കെ പ്രൈവറ്റിലാണല്ലോ ഇപ്പൊ. റെന്റൊക്കെ ഓഫീസ് ആണെങ്കിലും ക്യാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള, സർക്കാരായിട്ട് ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ. പ്രൈവറ്റ് വരുമ്പോൾ നമ്മളെ പോലെ തന്നെ അവർ സഫർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പൊ ഈവൻ റെന്റ് ഒഴിവാക്കി തരാനോ അതൊന്നും അവർക്കും പറ്റില്ല. അവരുടെ നിലനിൽപ്പ് കൂടി നോക്കണമല്ലോ. ഏലം ഇത്രയും നാളുകൊണ്ട് വളരെ സന്തോഷവാനാണ് അല്ലേ? തീർച്ചയായിട്ടും. എന്താണ് പുതിയത് ഈ രംഗത്ത്? എന്തെങ്കിലും ആലോചനയൊക്കെ ഉണ്ടോ? ബിസിനസ് എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ ചെയ്യാനായിട്ടോ എന്തെങ്കിലും? നമ്മൾ ഇതുവരെ ഫ്ലോറിംഗ് ചെയ്തുകൊണ്ടുണ്ടായില്ല. ഈ ഫ്ലോറിംഗ് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ചുരുക്കി 2-3 മാസമായിട്ടാണ് ഫ്ലോറിംഗിന്റെ ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഫിഫ വേൾഡ് കപ്പോടനുബന്ധിച്ചിട്ട് വിസയ്ക്ക് കുറച്ച് പുതിയ വിസയും നിശ്ചയിക്കുന്നുണ്ടായില്ല. ഇപ്പോ അത് കഴിഞ്ഞു. ഇപ്പൊ അതായത് ജനുവരി മുതൽ ആ ഡിവിഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ആയാലും നല്ല ഒരു സെക്ഷനാണത്. കാരണം നമ്മളെ വർക്കും അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. നമുക്ക് വർക്കിന് വലിയ പ്രശ്നങ്ങൾ വരില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രം ചെയ്യില്ല എന്നല്ല, കുറച്ച് ആയാലും നിങ്ങൾക്കിപ്പോൾ ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ സിഡ്കോ എന്ന് പറയുന്ന കമ്പനി വളരെ ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളത് ഹരികുമാർ. തീർച്ചയായിട്ടും അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. ഇപ്പൊ എല്ലാ ഡിവിഷനും ഒരു ഡിവിഷൻ മാനേജർ എന്നുള്ള രീതിയിൽ ഒരാളുണ്ട്. അപ്പോ അവരെ കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ പുതിയ എന്തെങ്കിലും ചാൻസസ് കാണുമ്പോൾ അല്ലേ അതിലേക്ക് കൂടി നോക്കുക എന്നുള്ളതാണ് എന്റെ മെയിൻ ഡ്യൂട്ടി. അതെ. ഈ പുഞ്ചിരി എപ്പോഴും ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. പുഞ്ചിരിച്ചുകൊണ്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കേറി വന്നപ്പോ തുടങ്ങി നമുക്ക് എവിടെയൊരു ഒരു ആക്സസ് കിട്ടണമെങ്കിൽ തന്നെ നമ്മളൊരു പുഞ്ചിരി വേണമല്ലോ. ഇജാതി ആൾക്കാർ അല്ലേ? എങ്ങനെയുണ്ട് വേൾഡ് കപ്പ്? ആസ്വദിച്ചു? വേൾഡ് കപ്പ് തീർച്ചയായിട്ടും ആസ്വദിച്ചു. എന്താ കളി കണ്ടു പോയിട്ട്? കളി 2 കളിയാണ് കണ്ടത്. കാണാൻ പറ്റും. പക്ഷെ ആ സമയം ശരിക്കും അല്ലേ ഗവൺമെന്റ് അത് ശക്തമായിട്ട് നല്ല വളരെ എല്ലാവരും എന്തൊക്കെ സംഭവിക്കും ശരിയായ രീതിയിൽ ഉണ്ടായിരുന്നു. നമ്മളത് നിങ്ങളെപ്പോലുള്ള വ്യവസായികളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും. നമ്മളിങ്ങനെ എന്താണെന്നൊക്കെ എല്ലാവർക്കും ആശങ്ക ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏത് നമ്മുടെ ഇന്ത്യക്ക് പോലും മറ്റു രാജ്യങ്ങൾക്കും എല്ലാവർക്കും ആശങ്ക. ഈ ഖത്തറിനെ പോലത്തെ ചെറിയൊരു രാജ്യമല്ല. തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ കാസർഗോഡ്, കണ്ണൂർ എന്നുള്ള 2 ഡിസ്ട്രിക്റ്റിന്റെ അത്രേ ഉള്ളൂ. ജനസംഖ്യ വളരെ കുറവല്ലേ. അവിടെ നിങ്ങളുടെ ഭരണാധികാരി പൊളിച്ചടക്കി. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സമ്മതിച്ചേ പറ്റില്ല നമ്മൾ ഈ കാര്യത്തിന്. മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ട്. കാരണം ബോർഡർ അടച്ച ഇഷ്യൂ ഒക്കെ അറിയാലോ. അന്നേരം തളരാതെ, അതിനു മുമ്പൊക്കെ ഈവൻ എന്താ പറയാ പാലടക്കം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നതല്ലേ. എത്രയും പെട്ടെന്ന് ഒരുപാട് പശുക്കളെ ഫ്ലൈറ്റിലൊക്കെ കയറ്റി കൊണ്ടുവന്നു. കാരണം ഒരു സാധാരണ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഖത്തർ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു അഭിമാനമുണ്ട്. കാരണം നമ്മൾ ഇപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങൾ ഖത്തറാണല്ലോ. അതാണ് അവിടെ അങ്ങനെയുള്ള രാജ്യത്ത് ജീവിക്കുക, ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. തീർച്ചയായിട്ടും അല്ലേ. അത് വളരെ എന്താ പറയാ അത്രയും അഭിമാനത്തോടുകൂടി നമുക്ക് ഒരു അഭിമാനം ഉണ്ട്. ഓക്കെ, നമ്മുടെ രാജാവ് അത് പറയാൻ തന്നെ അല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ കാസർഗോഡ് നിന്ന് വന്നല്ലേ, കാസർഗോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് ഖത്തറിന് പോലെയുള്ള രാജ്യം. അതെ, ഖത്തറിന് പിന്നെ ഖത്തറിന്റെ മണിക്ക് ഭയങ്കര ഡിമാൻഡാണല്ലേ. തീർച്ചയായിട്ടും അധികം പൈസ പാഴാവില്ല. അതെ, അതും കറക്റ്റാ. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ, എന്നാലേ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ അനാമത്ത്, അതായത് നമ്മൾ പറയുമ്പോൾ ഇത് അറിയാലോ, സോമരസം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിനൊരു നിയന്ത്രണമുണ്ട്. സത്യം. വേണമെന്നവർക്ക് കിട്ടും, എന്നാൽ അതൊരു കോസ്റ്റ്ലിയാണ്. അതെ, അപ്പൊ അതിന്റെ വഴിക്ക് ആരും പോവില്ല. അപ്പൊ എന്ത് പറ്റും? കയ്യില് തീർച്ചയായിട്ടും നമുക്ക് ഉള്ള എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവും.
പിന്നെ അത് മാത്രമല്ല സേഫ്റ്റി അങ്ങനെ തന്നെയല്ലേ. ഒരു ഈവൻ ഫാമിലിക്കായാലും സുരക്ഷ അത്രയും സുരക്ഷയല്ലേ. എന്താ പറയാ, ഈവൻ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ വരെ എല്ലാത്തിനും ഇവര് ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ രാജ്യത്തും ഉണ്ട്. സുരക്ഷയുടെ കാര്യത്തിൽ അത് മാത്രല്ല, ഇപ്പൊ ഏത് പാദയാത്ര നടക്കണേന് എല്ലാത്തിനും എന്താ പറയുക, നമുക്കൊരു പ്രത്യേക ഒരു സുരക്ഷ ഫീൽ ചെയ്യും ഖത്തറിൽ. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ആലോചിച്ച് ചെയ്തു, എനിക്ക് പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അദ്ദേഹം പറയും ഞങ്ങൾ വാതിലടക്കാറില്ല, വീടിന്റെ വാതിലടയ്ക്കാറില്ല ചില ദിവസം. അല്ല, ഒരു കാരണവശാലും അടക്കേണ്ടി വരില്ലെന്ന് എനിക്ക് ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഈവൻ വണ്ടിയൊക്കെ ഞാൻ മറ്റ് രാജ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും വണ്ടിയിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വണ്ടി ഇപ്പൊ പൂട്ടിയില്ലെങ്കിലും ചില സമയത്ത് ക്യാഷ് ഒക്കെ ഉണ്ടാവും, ലാപ്ടോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നേ വരെ ഒരു എന്താ പറയുക ഒരു പ്രശ്നങ്ങളോ അത്രയും സേഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇത് കേൾക്കുന്ന ഇത് കാണുന്ന വ്യവസായം ചെയ്യാൻ ആഗ്രഹമുള്ള മലയാളികളെല്ലാം ഖത്തറിലേക്ക് വരട്ടെ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അധ്വാനിക്കുന്നതിന് ഒരു റിസൾട്ട് ഇവിടുന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് സർവീശ്വരൻ നൽകും തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ എപ്പോഴും അദൃശ്യമായിട്ട് അല്ലെങ്കിൽ നേരെ ഒരാളോട് എപ്പോഴും നന്ദി ഉണ്ടാവും ജീവിതത്തിൽ, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാൾ സ്വാഭാവികം എപ്പോഴും അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരാളോട് എന്തെങ്കിലും ഒരു കടപ്പാട് കാര്യങ്ങൾ, ചിലപ്പോൾ അച്ഛനാവാം, ചിലപ്പോൾ നമ്മുടെ അമ്മാവനാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ടുകാരനാവാം, അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ ഒരു കടപ്പാടെന്ന് പറയാൻ ഇല്ല. എല്ലാവരും അതെ. ഈ പ്രചോദനം എന്നൊക്കെ നമ്മൾ പറയും സാധാരണ, ഇന്നയാളുടെ പ്രചോദനം ഉൾക്കൊണ്ട് ചില ട്വിസ്റ്റിംഗ് പോയിന്റുകളിൽ നിന്നൊക്കെ നമുക്ക്. അല്ല, ബിസിനസ് വിചാരിക്കുമ്പോൾ നമ്മൾ പല ആൾക്കാരുടെ സ്റ്റോറിയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ, നമ്മളൊരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച് മരിക്കൂലേ എന്നുള്ളൊരു അതല്ലാത്ത രീതിയിലുള്ള ആൾക്കാരൊക്കെ പ്രചോദനം തന്നെയാണ്. പിന്നെ കടപ്പാടിന്റെ കാര്യം എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഗൾഫിലൊക്കെ കൊണ്ടുവരുന്ന ഒരാളുണ്ടാവും. എന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല. കാരണം സ്വന്തമായിട്ട് കാസർഗോഡ് നിന്ന് ബസ് കയറിയിട്ട് ബോംബെക്ക് വന്നിട്ട് ഏജൻസി ത്രൂ ഇവിടെ വന്നാണ്. അതുകൊണ്ട് അങ്ങനത്തെ വരാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു എന്താ പറയാ, വീട്ടിൽ നിന്നൊക്കെ ഡിസ്കസ് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ പറയും. കാരണം ഒരു ബാധ്യതയായിട്ട് ആരുടെയും ഇപ്പൊ നമ്മൾ ഒരാൾ ഇങ്ങോട്ട് ഖത്തറിലേക്ക് കൊണ്ടുവന്നതാണെങ്കിൽ നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും നമ്മൾക്ക് അയാൾ കാണുമ്പോഴൊരു ഓക്കെ ഇദ്ദേഹം വഴിയാണല്ലോ ഞാൻ ഇങ്ങനെ ആയതെന്ന്. ചിലപ്പോ അങ്ങനത്തെ ഒരു കടപ്പാട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വന്നിട്ടില്ല. അച്ഛൻ കൃഷ്ണൻ നായർ അച്ഛൻ എങ്ങനെയാണ്? അച്ഛന് ചെറിയൊരു കടയുണ്ടായിരുന്നു. അതെ. അല്ല, വിദേശത്തേക്ക് പോകും, മകൻ വിദേശത്തേക്ക് പോകുന്നതിൽ എന്തെങ്കിലും? അല്ല, ആദ്യം ആർക്കും ഇഷ്ടം ഉണ്ടായില്ല. അതെ, ചെറിയ ആള് ഒറ്റ ഒരാളേ ഉള്ളൂ. മൂന്ന് ചേച്ചിമാര്. പിന്നെ വീട്ടിലേക്ക് അറിയാണ്ട് തന്നെ പാസ്പോർട്ടൊക്കെ കൊടുക്കുകയാണ് ചെയ്തത് ഏജൻസിയിൽ. പിന്നെ അതിന് കുറച്ച് പൈസയും കൊടുത്തതിന് ശേഷം പിന്നെ ആർക്കും മുടക്കം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇന്ന് അവർ അഭിമാനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അന്നാവും പോയത് കൊണ്ട് ഇന്ന് യാത്ര ഇഷ്ടമാണോ? തീർച്ചയായിട്ടും. യാത്രയാണല്ലോ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം തന്നെ. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ഒന്നുകൂടി യാത്രയിലേക്കും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കുറച്ച് രാജ്യങ്ങളൊക്കെ ഒന്ന് കറങ്ങണം. അതെ, തീർച്ചയായിട്ടും. അത് നിങ്ങളത് എന്റെ മനസ്സിലുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇതുവരെ അത്ര കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം വർക്കിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. ഓക്കെ, തീർച്ചയായിട്ടും. അവിടുത്തെ കാര്യങ്ങളും അവിടെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളുണ്ടാവും, നമുക്ക് അതിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനുണ്ടാവും. പക്ഷെ അതുകൊണ്ട് യാത്രയിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു. പിന്നെ അതുകൂടാണ്ട് എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ സാമൂഹിക മറ്റേ സംഘടന, നമ്മുടെ ഇവിടെ ഖത്തറിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സംഘടനാ പ്രവർത്തനമൊക്കെ ഇഷ്ടമാണോ? സംഘടനാ പ്രവർത്തനം തീർച്ചയായിട്ടും ഇഷ്ടമാണ്. നമ്മുടെ OICC എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, കോൺഗ്രസിന്റെ പോഷക സംഘടനയാണ്. എവിടെയാണ്? ഇവിടുത്തെ ഖത്തറില്. എല്ലാ രാജ്യത്തിലും ഉണ്ട്. ഖത്തറിലെ കാസർഗോഡ് ജില്ലയുടെ പ്രസിഡന്റാണ് ഞാൻ, OICCയുടെ. പിന്നെ ഞങ്ങളുടെ എല്ലാവരും ജാതി ഭേദമന്യേ രാഷ്ട്രീയം ഒന്നുമില്ലാത്ത ഒരു സംഘടന ഉണ്ട്, കടക്സ എന്ന് പറഞ്ഞിട്ട്. കടക്സയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അല്ല, അത് കാസർഗോഡിലെ എല്ലാവരും ഉണ്ട് അതില്. എല്ലാ മേഖലകളിലും എല്ലാ മെമ്പേഴ്സ് ആയിട്ടുള്ള പല പരിപാടികൾ ഞങ്ങൾ ഈദ് സംഗമങ്ങള്, ഓണം, വിഷു അങ്ങനത്തെ എല്ലാ പരിപാടികളും ആഘോഷിക്കും. ഈവൻ ന്യൂ ഇയർ, ക്രിസ്മസ് എല്ലാവരും ഉണ്ട്.
അവിടെ എല്ലാ തൊഴിലാളികളും അങ്ങനത്തെ ഒരു ഭേദമന്യുള്ള ഒരു സംഘടനയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തും, എന്നിട്ട് അങ്ങനെ ഒരു പരിപാടി plan ചെയ്ത് പല സ്കൂളുകളിലും പല ഹാളുകളിലും ICC അതുമാതിരിയുള്ള MES സ്കൂള് അങ്ങനത്തെ ഹാളുകളിലൊക്കെയാണ് പരിപാടി കൂടുതൽ. ശരിക്കും പറഞ്ഞ ഒരു മൈൻഡ് റിലീഫും കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും ആഘോഷങ്ങൾ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കാസർഗോട്ടുകാർ എന്നുള്ള രീതിയിൽ. നമ്മൾ പലപ്പോഴും ഒരു ദിവസത്തിൽ നമ്മൾ കാസർഗോട്ടുകാർ അങ്ങനെ മീറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഈ ഒരു പരിപാടിക്ക് പോവാണെങ്കിൽ നമ്മൾക്ക് അറിയാലോ, എല്ലാം നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരു കാസർഗോഡിനകത്തുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ പരിപാടിക്ക്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഭാഷ, നമ്മുടെ ഭാഷ, നിങ്ങളുടെ കലാപരിപാടികൾ, നമ്മുടെ കലാപരിപാടികൾ രസമാണ് അത് കൂട്ടാൻ. കാരണം ഈ തിരക്കിനിടയിൽ അങ്ങനെയുള്ള ഒരു സംഭവം വർഷത്തിലൊരിക്കലൊക്കെ വളരെ ബെറ്റർ ആണ്. പിന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിനിടയിലായാലും നമ്മൾ ചെയ്യും. അതെ, ആർക്കെങ്കിലും പറ്റുന്ന സഹായങ്ങളും. ഈ ഒരു മനുഷ്യനിൽ ചിലപ്പോൾ ഉയർച്ച താഴ്ചകളൊക്കെ സംഭവിക്കാം അല്ലേ? നല്ലത് വരുമ്പോൾ കൂടുതൽ സന്തോഷിക്കുക, ചീത്ത വരുമ്പോൾ കൂടുതൽ ദുഃഖിച്ചിരിക്കുക, എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഭഗവത്ഗീത, ഇവൻ ഭഗവത്ഗീതയിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ, ഒരു ശീതോഷ്ണ സുഖ ദുഃഖത എന്ന് പറയും. ശീത ഉഷ്ണമൊക്കെ വന്നുകൊണ്ടേയിരിക്കും, പക്ഷെ അതിലൊക്കെ നമ്മൾ എന്താ അപ്സെറ്റ് ആവാനോ ഇതൊന്നും പാടില്ല. എന്തെങ്കിലും കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷിക്കുക, അല്ലാതെ എന്തെങ്കിലും പോവാണെങ്കിൽ ഭയങ്കര ദുഃഖിക്കുക, അങ്ങനെ ഇല്ല. ഓക്കെ, ഇതും വരാനുള്ളത് തന്നെയാണ്. ആ രീതിയിൽ ഈ കാലം കടന്നു പോകും എന്ന് വിശ്വസിച്ചാൽ മതി അല്ലേ? ഏതായാലും സന്തോഷം, കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും എനിക്കും ഒത്തിരി സന്തോഷം. ഹരികുമാർ എന്ന് പറയുന്ന യുവ വ്യവസായി എന്തുകൊണ്ടും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഈ സബലമി യാത്ര എത്തിപ്പെട്ടത് ഹരികുമാറിനെ പോലുള്ള ചുണയുള്ള വ്യവസായികളുടെ മുമ്പിലായത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു എന്താ പറയാ, നിങ്ങളൊക്കെ കാണാൻ പറ്റിയില്ല, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്താണ് പുതിയ തലമുറയോട്? പുതിയ തലമുറ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഴയ തലമുറ, നിങ്ങൾ ചെറുപ്പമാണ് ഇപ്പോഴും. ഹരികുമാറിനൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ വയസ്സുള്ളൂ. എന്താണ് പുതിയതായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്, നിങ്ങളുടെ ഫീൽഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും മെസ്സേജായിട്ട് പറയുകയാണെങ്കിൽ കഴിയുന്നതും പറയുന്ന വാക്ക് പാലിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ നാട്ടിലൊക്കെ പെയിന്റിങ് ജോലി അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ജോലികൾ എന്തെങ്കിലും ഇന്ന് വരാന്ന് പറഞ്ഞാൽ നാളെ വരില്ല. അതെ അതെ, അത് കറക്റ്റ്. ഇന്ന് വരാന്ന് പറഞ്ഞാൽ നാളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മറ്റന്നാ. അത് കഴിഞ്ഞാൽ പറയും ഒന്നില്ലെങ്കിൽ കുഞ്ഞമ്മ മരിച്ചു അല്ലെങ്കിൽ കുഞ്ചൻ മരിച്ചു. ഇവിടെ ആ പരിപാടി ഇല്ല. ഇവിടെ പല രീതിയിൽ ആൾക്കാർ ഒരു ഫേക്ക് കമ്മിറ്റ്മെന്റ് കൊടുക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം നമ്മൾക്ക് ഓവർലോഡായിട്ട് നമ്മൾ സബ് കോൺട്രാക്ട് വർക്ക് കൊടുക്കുകയാണെങ്കിൽ പല ബുദ്ധിമുട്ടും നമ്മൾ നേരിടും. കാരണം ക്ലയന്റിന്റെ മുമ്പിൽ നമ്മളാണ് കോൺട്രാക്ടർ. പക്ഷെ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഓവർലോഡ് ആണെങ്കിൽ വേറെ ആയി കൊടുത്തു കഴിഞ്ഞാൽ ടൈം പാലിക്കില്ല. അപ്പൊ മെസ്സേജിൽ ഒന്ന് കൃത്യമായ വാക്ക് പാലിക്കുക. നമ്മൾ രണ്ടാമത്തെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പൊതുവെ നമ്മൾ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട്. ഈ വാട്ടർ പ്രൂഫിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ എന്നൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാ ടെലിഫോൺ ആൻസർ ചെയ്യുക. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ ടെലിഫോണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യാം അല്ലേ? ജസ്റ്റ് ഓക്കെ ആ ടൈമിന് നമ്മൾ ലാസ്റ്റ് മുമ്പിൽ നമ്മൾക്കറിയാം ഇങ്ങനത്തെ ഒരു ആക്സസ് ഉണ്ട്, ഓക്കെ 5 മിനിറ്റിൽ വിളിച്ച കാര്യം നടക്കും. ആ സമയത്ത് ആ പേഴ്സൺ എടുക്കായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ട്, വിഷമമുണ്ടാകും. അത് പാലിക്കണം. ടെലിഫോൺ മൊബൈലും കഴിയുന്നെങ്കിൽ ആ സമയത്ത് അറ്റൻഡ് ചെയ്യാം. കൃത്യമായ ആൻസർ. അതാണ് ഹരികുമാർ എന്ന വ്യവസായിയുടെ വളർച്ചയുടെ പ്രധാന ഘടകം. സന്തോഷമായി. തീർച്ചയായിട്ടും സിഡ്കോ എന്ന് പറയുന്ന ഈ കമ്പനി അതിഗംഭീരമായി ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ അങ്ങയുടെ ഹരികുമാറിന്റെ കുടുംബം, കുട്ടികൾ, അവരുടെ ശോഭനമായ ഭാവി കാര്യങ്ങൾ എല്ലാം പോട്ടെ. തീർച്ചയായിട്ടും സബലമി യാത്ര സന്തോഷത്തോടെ മടങ്ങുകയാണ്. ഒരുപാട് നന്മകൾ നേർന്നുകൊണ്ട് ഖത്തറിലെ വ്യവസായം ഇനിയും ഒരുപാട് ഉയരട്ടെ. തീർച്ചയായിട്ടും നിങ്ങളെ കാണാൻ സാധിച്ചാലും എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചാലും ഒത്തിരി സന്തോഷം. ഇഷ്ടപ്പെട്ട ദൈവത്തിന്റെ പേരെന്താ? കൃഷ്ണൻ. കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവും, ഒപ്പം പടച്ചോന്റെയും. താങ്ക് യു. ഓക്കെ, ബൈ. സന്തോഷമായില്ലേ? എനിക്ക് സന്തോഷമായി. ഹരികുമാർ എന്ന് പറയുന്ന നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖനാണ്. സിഡ്കോ എന്ന് പറയുന്ന ഒരു കമ്പനി, വാട്ടർ പ്രൂഫിംഗ് എല്ലാം ഉൾപ്പെടുന്ന ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ കീഴിൽ 109 ജോലിക്കാർ. വളരെ സന്തോഷത്തോടെ അദ്ദേഹം എപ്പോഴും പറയുന്നു, ഫോൺ എടുക്കുക, അറ്റൻഡ് ചെയ്യുക, പറയുന്നതേ കൊടുക്കാവൂ, കൊടുക്കുന്നതേ പറയാവൂ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? വളരെ സന്തോഷം. സബലമി യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയ അതിഥിയുമായി ഞങ്ങൾ വരും. ഗുഡ് നൈറ്റ്.